എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജോബിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അവരും ഇതുപോലെ വന്നിട്ട് ജോലിക്ക് കയറിയിട്ട് ഇറങ്ങാൻ പറ്റാതെയൊക്കെ നിന്ന് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെസ്സേജസ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ജോലിക്ക് കയറുന്നിടത്ത് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ പേരിൽ നിൽക്കരുത്. കാരണം ഞാൻ ദുബായിലേക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തെ ദിവസം എനിക്ക് ജോലി കിട്ടി. ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് കയറി. മറ്റൊരു ഇൻ്റർവ്യൂ ഞാൻ ദുബായിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ജോലിക്ക് കയറുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ അവിടെ ജോലിക്കെടുത്ത് പുതിയ സ്റ്റാഫായിട്ടുള്ള ഒരു 4-5 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും വിസ അടിച്ചില്ല. ഫൈനലി എനിക്ക് വിസ അടിച്ചു. ഞാൻ ആ കമ്പനിയിൽ നിന്നു. ഒരു ലോങ് ടൈം ഞാൻ ആ കമ്പനിയിൽ നിന്നു. എൻ്റേതല്ലാത്ത വർക്ക് കൂടി ഞാൻ ചെയ്തു നിന്നു. അപ്പം എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ്ലി ഞാൻ ഇടപെട്ടു. അപ്പം നമ്മളെന്താ ചിന്തിക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി നമ്മുടെ കമ്പനി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരുന്നു നിന്നത്. പക്ഷേ വൺസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, നമ്മളൊരു ജോലി ചെയ്തിട്ടില്ല, നമ്മളൊരു നല്ല എംപ്ലോയി അല്ല എന്നൊക്കെയുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ അതുവരെ ഇട്ട ഒരു എഫോർട്ടും അല്ല, നമ്മൾ ഒരു പണിയും ചെയ്യാത്ത രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും വർക്ക് പ്ലേസിൽ നമ്മുടെ വർക്ക് എന്താണോ അത് ചെയ്യുക, പോരുക. കമ്മിറ്റ്മെൻറ്റ്സ് അവിടെ കൊടുക്കാനേ പാടില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് മാത്രം കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുക. മറ്റൊരാൾ ചെയ്യേണ്ട വർക്ക് ഒന്നും എടുക്കണം. നമുക്കൊരു പൊസിഷൻ ഉണ്ടായിരിക്കും. ആ പൊസിഷൻ്റെ അണ്ടറിൽ എന്തൊക്കെ വർക്ക് വരുന്നുണ്ടോ അത് മാത്രം നമ്മൾ ചെയ്യുക. അല്ലാതെ ഒരു വർക്ക് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ദുബായിലെ പിന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്.